കിടക്കണം. അച്ഛൻ്റെ വീട്ടിൽ പോകണോ? അച്ഛൻ്റെ വീട്ടിൽ പോകണോ? എവിടെയാ പോണേമോ? അപ്പൊ അമ്മമ്മ നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ താരം കിങ്ങിണിയാണ് കേട്ടോ. എൻ്റെ വോയിസ് മാത്രമേ ഇന്ന് കാണുള്ളൂ. കിങ്ങിണിക്കുട്ടി ഇന്ന് ആദ്യമായിട്ട് അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛൻ്റെ വീട് പാലക്കാട് തോലന്നൂരാണ്. അപ്പോൾ ഇന്ന് അവളുടെ യാത്രയും യാത്രാവിശേഷങ്ങളുമാണ് കേട്ടോ വീഡിയോ. രാവിലെ തന്നെ കിങ്ങിണിനെ എണീപ്പിച്ച് കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി ഉടുപ്പൊക്കെ ഇടിച്ച് സുന്ദരി കുട്ടപ്പിയാക്കിയിട്ട് അവർ യാത്ര തുടങ്ങി കേട്ടോ. ഇതാണ് കിങ്ങിണിയുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പ്. അപ്പോൾ അത് ചേച്ചിയും അമ്മയും, അതായത് വാവയുടെ അമ്മയും അമ്മൂമ്മയും കൂടി എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്തു നിങ്ങളെയും കൂടി യാത്ര കാണിക്കാമെന്ന്. വാവയുടെ അച്ഛൻ്റെ വീട് പാലക്കാടാണ്, തോലന്നൂര്. പിന്നെ പാലക്കാടിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ, പ്രകൃതിസുന്ദരമായ നാടും നന്മയുള്ള നാട്ടുകാരും. പിന്നെ അതല്ല, എനിക്ക് അവിടുത്തെ അവരുടെ ഭാഷാശൈലി ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ഉണ്ടായിരുന്നത് വാവയുടെ അമ്മ, അമ്മാമ്മ, പിന്നെ വാവയുടെ കുഞ്ഞമ്മാമ്മ, അതായത് എൻ്റെ ചിറ്റയാണ് കേട്ടോ. കാറിൽ നല്ല ആക്റ്റീവായിരുന്നു ആള്. അമ്മ പറയണ്ടായിരുന്നു വണ്ടി മൊത്തം അമ്മാമ്മേനെ നോക്കി കിടക്കുമായിരുന്നു, ചിരിക്കും കളിയൊക്കെ ആയിട്ട്. അമ്മയുടെ കൂടെ ചിരി കളി അങ്ങനെ ഫുൾ പോകുന്ന വഴിക്ക് നല്ല ആക്റ്റീവായിരുന്നു. ഇത്തിരി നേരം കിടന്നുറങ്ങി, അങ്ങനെയായിരുന്നു കേട്ടോ ആള്. എവിടെയാ പോണേ? നാട്ടു പോവാ? എവിടെയാ പോണേ? നാട്ടു പോവാ? എവിടെയാ? ഇവിടെ പോണേ? അച്ഛൻ്റെ വീട്ടിൽ പോണോ? അച്ഛൻ്റെ വീട്ടിൽ പോവാണോ? എവിടെയാ പോണേ മോൻ? എവിടെയാ പോണേ? എവിടെയാ? ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ പാലക്കാടുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലക്കാട് എവിടെ നിന്നാണ് കമന്റ് ചെയ്യണേ. തോലന്നൂർ അടുത്തൊക്കെയാണോ എന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അങ്ങനെ ഒരു വലിയ യാത്ര, ചിരിയും കളിയും ഉറക്കമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ യാത്ര കഴിഞ്ഞ് ഫൈനലി വാവയുടെ വീട്ടിലെത്തി. ഇങ്ങനെ വീട്ടിലെത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് വാവയുടെ ചേച്ചിയാണേ, ഹിമുക്കുട്ടി. കിടക്കണം. ഇതെന്താ ചേച്ചിയുടെ അനിയത്തിക്കുട്ടിയല്ലേ? ജിഷ്ണു കണ്ടില്ലേ? അവരോടൊക്കെ ഇനി എന്താ പറയാ? അപ്പൊ അമ്മമ്മ കണ്ട വാവ അങ്ങനെ ചേച്ചിയുടെ കൂടെയും അച്ഛമ്മയുടെ കൂടെയും ഒക്കെ എല്ലാവരുടെ കൂടെ കളിച്ചു കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇറങ്ങി. അപ്പോൾ അവരുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നുള്ള വാശി പിടിച്ച് നിൽക്കുമായിരുന്നു ഇമു. ലാസ്റ്റത്തെ വീഡിയോ അതാണ് കേട്ടോ. ഞാൻ നാട്ടിലുള്ള സമയത്ത് പാലക്കാട് പോയി നിൽക്കാറുണ്ട്. കാരണം എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സ്ഥലങ്ങൾ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ പച്ചപ്പെല്ലാം മാറി അവിടെ വേലയും പൂരമൊക്കെ സമയമായി. അപ്പോൾ അതൊക്കെ വരവേക്കാൻ വേണ്ടി പറ്റിയ ക്ലൈമറ്റ് ആയിട്ട് നിൽക്കുന്നതായിരുന്നു പാലക്കാട് ഇത്തവണ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന പാടമല്ലേ, ഇവിടെയാണ് കാവശ്ശേരി പൂരം നടക്കുന്നതെന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. തിരിച്ചു വന്നത് ആ വഴി അവര്. തിരിച്ചു വന്ന വഴി സമയത്തും കാറിൽ വാവ നല്ല ആക്റ്റീവായിരുന്നു, ചിരി കളിയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് ഉറങ്ങിയെന്നാണോ പറഞ്ഞത്. വ്ലോഗ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. എന്നാലും നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ അയച്ചെന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. ഞാൻ അതുകൊണ്ട് ഈ ക്ലിപ്പ് ആഡ് ചെയ്തതിനകത്ത്. തിരിച്ചു വരുന്ന വഴി വാവ അമ്മമ്മയുടെ കയ്യിലൊരു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ വലിയൊരു യാത്രയ്ക്ക് ശേഷം വാവയും അമ്മയും അമ്മാമ്മയും കുഞ്ഞമ്മയും എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലെത്തി. ആള് നല്ല ഇന്നത്തെ കിങ്ങിണിയുടെ ട്രാവൽ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞുമണിയുടെ വക ടാറ്റ ബൈ ബൈ.